നമസ്കാരം. ചിലർ എന്നോട് ചോദിക്കുന്നത്, എന്റെ മെസ്സേജിലൂടെയൊക്കെ ഞാൻ പറയുന്നു ആഗ്രഹങ്ങൾ നമ്മൾ പ്രാർത്ഥിച്ച് അങ്ങനെ വാങ്ങിക്കേണ്ട ആവശ്യമില്ല, നമ്മുടെ ആവശ്യങ്ങൾ വേണം പ്രാർത്ഥിച്ച് നേടാൻ. എന്നാൽ ഞാൻ മറ്റു മെസ്സേജിൽ പറയുന്നു ആഗ്രഹങ്ങളെല്ലാം തീർക്കാതെ നമുക്ക് മോക്ഷവും കിട്ടില്ല. ഇല്ലെങ്കിൽ ആഗ്രഹം തീർക്കാനായിട്ട് വീണ്ടും ജന്മങ്ങളെടുത്ത് വരേണ്ടി വരും. അപ്പൊ ഇത് വെച്ച് ചിലർക്ക് സംശയമുണ്ട്. അപ്പോൾ നമുക്ക് ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കണോ വേണ്ടയോ? കാര്യം ആഗ്രഹങ്ങൾ പലതും സാധിക്കുന്നില്ല, ബ്ലോക്ക്ഡ് ആണ്. അപ്പൊ അത് സാധിക്കാനായിട്ട് എന്ത് ചെയ്യണം? എന്നാൽ ആഗ്രഹങ്ങൾ അങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിക്കുകയോ ചോദിച്ചോ വാങ്ങിക്കാനുള്ള മനസ്സ് വരുന്നില്ല. കാരണം എന്റെ മെസ്സേജിലൂടെ ഞാൻ പറയുന്നു ആവശ്യങ്ങളെ പ്രാർത്ഥിക്കാവൂ എന്ന്. അപ്പോ അങ്ങനെ ആവശ്യങ്ങൾ പ്രാർത്ഥിച്ചാൽ മതിയെങ്കിൽ ഈ ആഗ്രഹങ്ങൾ നമ്മളിൽ തന്നെ നിൽക്കുകയല്ലേ? അപ്പൊ അങ്ങനെ വരുമ്പോഴേക്കും നമ്മൾ പിന്നെയും ജന്മം എടുത്ത് വന്ന് ഈ ആഗ്രഹം തീർക്കാനായിട്ട് അടുത്ത വരണ്ടേ? ഇത് പലർക്കും സംശയമുണ്ട്. ശരിക്കും എന്താണ് ചെയ്യേണ്ടത്? നമ്മളിപ്പോൾ ആഗ്രഹങ്ങളെല്ലാം നേടി അത് പൂർത്തീകരിക്കണോ, അത് ആവശ്യങ്ങൾ മാത്രം മതി എന്ന് മനസ്സിലാക്കി അങ്ങനെ മാത്രം പ്രാർത്ഥിച്ച് നേടി മുന്നോട്ട് പോയാൽ മതിയോ? ശരിക്കും നല്ല ആത്മീയ വളർച്ച വന്ന ഒരാൾക്ക് ആഗ്രഹങ്ങൾ കാണൂല. കാരണം പല പല ജന്മങ്ങളിലൂടെ ഏതാണ്ട് ആഗ്രഹങ്ങളെല്ലാം തീർന്നു കാണും. ഈ ജന്മത്തിൽ ആ ആഗ്രഹങ്ങൾ തീർന്ന ആത്മാവ് നമ്മുടെ ബോധ മനസ്സുമായിട്ട് കണക്ട് ആവാതെ, അല്ലെങ്കിൽ ആ ആത്മാവ് ബലഹീനമായി വീക്കായി അല്ലെങ്കിൽ മുരടിച്ച് നിൽക്കുന്ന ഒരവസ്ഥയിലാണെങ്കിൽ ഒരിക്കലും ബോധ മനസ്സിന് ഈ ആഗ്രഹങ്ങൾ തീർന്നു അല്ലെങ്കിൽ ആഗ്രഹങ്ങളുടെ ആവശ്യമില്ല എന്ന കമ്മ്യൂണിക്കേഷൻ കിട്ടൂല. പക്ഷെ എന്റെ മെസ്സേജുകൾ കേട്ട് ഈ കാര്യങ്ങളെല്ലാം തിരിച്ചറിവ് വരുമ്പോൾ നിങ്ങളുടെയൊക്കെ അകത്തുള്ള ആത്മാവ് ആത്മീയ വളർച്ച ഉള്ള ആത്മാവാണെങ്കിൽ താനെ അത് ഉണർന്നിരിക്കും, പവർഫുൾ ആയിരിക്കും. അങ്ങനെ ആയിക്കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ആത്മാവിൽ നിന്നും കമ്മ്യൂണിക്കേഷൻ നിങ്ങളുടെ ബോധ മനസ്സിലേക്ക് കിട്ടുകയും പല പല ആഗ്രഹങ്ങളെല്ലാം വേണം എന്ന് ബോധ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിരിക്കുന്ന പല കാര്യങ്ങൾ, ഇപ്പൊ നമ്മുടെ ഭൗതികമായി കാണുന്ന നമ്മുടെ വീട്ടുകാർ, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, യൂട്യൂബിൽ കാണുന്നത്, ഇല്ലെങ്കിൽ ജോലി സ്ഥലത്ത് അനുഭവപ്പെടും, ഇങ്ങനെയൊക്കെ പല ലെവലിൽ നമുക്ക് പല പല ആഗ്രഹങ്ങൾ നമ്മുടെ ബോധ മനസ്സിനെ കാണും. പക്ഷെ ആത്മാവ് ആക്റ്റീവായി ആത്മാവ് നമ്മളെ നിയന്ത്രിക്കുന്ന ലെവലിൽ എത്തുമ്പോൾ ഈ ആഗ്രഹങ്ങളെല്ലാം താനെ ആഗ്രഹങ്ങൾ ഇല്ലാതായി മാറും. കാരണം എന്താണ്? മുൻ ജന്മങ്ങളിലൂടെ ഈ ആഗ്രഹങ്ങളെല്ലാം ആത്മാവ് പൂർത്തീകരിച്ച് കഴിഞ്ഞു. ഇങ്ങനെ ഒരു അവസ്ഥയിൽ നമ്മുടെ ബോധ മനസ്സിന്റെ ആഗ്രഹങ്ങൾ കുറഞ്ഞു വരുമ്പോൾ നമുക്ക് യാതൊരു ആഗ്രഹങ്ങളും ഇല്ലാതായി മാറും. ഇനി അഥവാ ഏതെങ്കിലും ആഗ്രഹങ്ങളിൽ ഇനിയും ബാക്കിയുണ്ട്, പക്ഷെ ഉള്ളിൽ നിന്ന് കിട്ടുന്നു, അതിന്റെ ആവശ്യമില്ല. പുറമെ നിന്ന് നമുക്ക് ആഗ്രഹിച്ചു പോയി, പണ്ട് ആഗ്രഹിച്ചു പോയത് നടന്നില്ലല്ലോ എന്ന ആഗ്രഹം വെച്ചും കൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ച് വാങ്ങിച്ചാൽ ഈ ആഗ്രഹങ്ങൾ ചിലപ്പോൾ നടക്കും. നമ്മൾ ആത്മാവിനത് ആഗ്രഹമില്ല. നമ്മൾ ആത്മാവിന് ആഗ്രഹമില്ലാത്തത് കാരണം ആത്മാവിന് നിരാശയാവും. കാരണം വെറുതെ ഈ വ്യക്തി ഭൗതിക മനസ്സിന്റെ ആഗ്രഹത്തിന് വേണ്ടി വെറുതെ ഈ ആഗ്രഹം നടക്കാൻ പൊയ്ക്കൊണ്ടിരിക്കുന്നു, ഈ ആഗ്രഹം നിറവേറ്റാൻ പൊയ്ക്കൊണ്ടിരിക്കുന്നു. എനിക്ക് വേറെ എന്തെല്ലാം കാര്യങ്ങൾ പഠിച്ചെടുക്കാനുണ്ട്, അതിനൊന്നും സമയം നടക്കുന്നില്ലല്ലോ എന്ന നിരാശ ഉള്ളിന്റെ ഉള്ളിൽ വരും. ഇത് നമുക്ക് എങ്ങനെ ഫീൽ ചെയ്യുന്ന വെച്ചാൽ നമ്മളൊരു സൈഡിൽ ആഗ്രഹങ്ങൾ നിറവേറ്റിക്കൊണ്ടിരിക്കുമ്പോൾ ആഗ്രഹങ്ങൾ സാധിച്ച സന്തോഷവും കാണും, പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ എവിടെയോ ഒരു വിഷമം ഫീൽ ചെയ്യും. എന്താണെന്ന് അറിഞ്ഞോട്ട് കാരണം അറിഞ്ഞൂടാത്തൊരു വിഷമം അകത്ത് കിട്ടും. പക്ഷെ ബാക്കി കാര്യങ്ങളെല്ലാം ഓക്കെ, വീട്ടിലെ കാര്യങ്ങൾ ഹാപ്പി, ആഗ്രഹങ്ങളെല്ലാം നടക്കുന്നു, പക്ഷെ എന്തോ ഒരു വിഷമം അകത്ത്. ഇതിന്റെ കാരണം ഇതാണ്, നമ്മളുടെ ഭൗതിക മനസ്സിനെ ആശ്രയിച്ച് ഭൗതിക മനസ്സുകൊണ്ട് നമ്മൾ ആഗ്രഹങ്ങൾ നിറവേറ്റി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ആത്മാവിന് ഇത് ആവശ്യവുമില്ല, വിഷമവുമാണ്. ഇതാണ് എന്റെ കാര്യം. ഇനി അത്രയും വളരാത്ത ആത്മാവാണെങ്കിൽ ഈ ആത്മാവിനും ആഗ്രഹം കാണും. ഇതൊക്കെ ഒന്ന് ആസ്വദിക്കണം, അല്ലെങ്കിൽ ഇതിന്റെ റിസൾട്ട് എന്താണ്, എന്താണ് ഇതിന്റെ പിന്നിലെ കാര്യം, ഇതൊക്കെ അറിയാനുള്ള ഒരു ആകാംക്ഷയും ആഗ്രഹവും നമ്മൾ ആത്മാവിനും കാണും. കാരണം ആത്മാവ് ഒന്നും അറിഞ്ഞൂടാതെ സ്വതന്ത്രമായി നിന്നത് കൊണ്ട് ഓരോന്ന് പഠിച്ച് വരുന്നതാണ് ഓരോ ജന്മത്തിലൂടെ. അപ്പൊ കഴിഞ്ഞ ജന്മത്തിൽ പഠിക്കാത്തത്, മനസ്സിലാക്കാത്തതായിട്ടുള്ള പല മേഖലകൾ ഈ ജന്മത്തിൽ ഭയങ്കരമായ ആഗ്രഹം ആത്മാവിന് കാണും. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ എന്റെ ഈ മെസ്സേജുകൾ കേൾക്കുകയോ അല്ലെങ്കിൽ ഇതിന്റെ ഈ കാര്യങ്ങൾ, ഇങ്ങനെയുള്ള ആത്മീയ കാര്യങ്ങളൊക്കെ കേട്ടാൽ പോലും നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ നിന്നും അത് നേടണം, അങ്ങനെ വാങ്ങിക്കണം, അങ്ങനെ കിട്ടണം എന്ന ആത്മാവിന് ആഗ്രഹം വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ വരുമ്പോൾ ശരിക്കും വലിയ ലെവലിൽ, ഞാൻ പറഞ്ഞില്ലേ, ഉപബോധ മനസ്സിന്റെ ആ ഒരു സമ്പർക്കവും ബോധ മനസ്സിന്റെ ആ ഒരു മെസ്സേജ്, ഇത് തമ്മിൽ
വേർതിരിച്ച് അനുഭവത്തിലൂടെ തിരിച്ചറിയാൻ പറ്റാത്ത ഒരാൾക്ക് ഇത് തിരിച്ചറിയാൻ പറ്റൂല. ഇത് ആത്മാവിന്റേതാണോ നമ്മളെ ഭൗതിക മനസ്സിന്റേതാണോ തിരിച്ചറിയാൻ പറ്റൂല. അപ്പൊ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആ ഉള്ളിന്റെ ഉള്ളിൽ നിന്നും നല്ല രീതിയിൽ പ്രേരണ വന്നുകൊണ്ടിരിക്കുന്ന ആ ആഗ്രഹത്തെ നിങ്ങൾ സാധിച്ചോ, കുഴപ്പമൊന്നുമില്ല. അപ്പൊ സാധിക്കാം എന്ന് ചോദിച്ചാൽ സാധിക്കാം. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെ നമ്മുടെ ആത്മാവിനെ ആദ്യത്തെ ജന്മം മുതലേ സ്വതന്ത്രമാക്കി വിട്ട് ഭൂമിയിൽ അയക്കുമ്പോൾ സകലമോന കാര്യത്തിലും ആഗ്രഹം കാണും. പക്ഷെ ഈ ആഗ്രഹങ്ങളെല്ലാം നടത്താൻ വേണ്ടി നമ്മുടെ ഭൗതിക മനസ്സുകൊണ്ട് നമ്മൾ ഒരുപാട് ശ്രമിക്കുകയും അതിനു വേണ്ട വഴികൾ കണ്ടുപിടിച്ച് നമ്മൾ മുന്നോട്ട് പോവുകയും മെയിനായിട്ടും ഈ അതിനുള്ള സമ്പത്തും അതിനുള്ള അവസരങ്ങളും സാഹചര്യങ്ങളും ഒക്കെ നമ്മളുടെ ഭൗതിക മനസ്സുകൊണ്ട് നമ്മൾ കണ്ടെത്തി അത് നേടി ആഗ്രഹം സാധിക്കുമ്പോൾ നമ്മൾ പോലും അറിയാതെ ഒരുപാട് സ്ഥലങ്ങളിൽ പ്രകൃതിയുടെ വ്യവസ്ഥകൾ തെറ്റിപ്പോകും. ഇതാണ് ഇതുകൊണ്ടുള്ളൊരു കുഴപ്പം. അപ്പൊ അങ്ങനെ തെറ്റുമ്പോൾ ഈ ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടിയാലും ഈ ആഗ്രഹം സാധ്യത്തിന് പുറമെ അല്ലെങ്കിൽ അതോടൊപ്പം ഇങ്ങനെ കുറെ കഷ്ടങ്ങളും പ്രശ്നങ്ങളും അനുഭവിക്കേണ്ടിയും വരും എന്ന സത്യം ഈ ആഗ്രഹങ്ങൾ സാധിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഇതും കൂടി പഠിച്ച് മുന്നോട്ട് പോകും. ഇങ്ങനെ പഠിക്കണം. ഇങ്ങനെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ആഗ്രഹങ്ങൾ സാധിക്കണം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ ഓരോ ആഗ്രഹങ്ങൾ സാധിക്കുമ്പോഴേ അതിന്റെ ശരിയായിട്ടുള്ള വശവും തെറ്റിപ്പോയ വശവും ഒക്കെ നമുക്ക് തിരിച്ചറിഞ്ഞ് പഠിക്കാൻ പറ്റുള്ളൂ. ഈ പഠിക്കുന്നത് നമ്മുടെ ആത്മാവാണ്. കാരണം ഈ ആത്മാവിനാണ് ഈ ആഗ്രഹങ്ങൾ ഉള്ളത്. അതുകൊണ്ടാണ് ഉള്ളിൽ നിന്ന് ഭയങ്കര പ്രേരണ വരുന്നത്. അപ്പോൾ ആത്മാവിന് ഇത് നേടാൻ വേണ്ടി നമ്മുടെ ഭൗതിക മനസ്സിലെ നമ്മൾ എന്ന് പറഞ്ഞ വ്യക്തി നിന്നു കൊടുക്കുമ്പോൾ പല തെറ്റുകളും പല മണ്ടത്തരങ്ങളും ഇതിനകത്ത് പറ്റും. നമ്മൾ തിരിച്ചറിയൂല. കാര്യം നമുക്ക് അത്രയും ആത്മവളർച്ച വന്നിട്ടില്ല. അപ്പൊ ആഗ്രഹങ്ങൾ നടന്നു കിട്ടും. അതോടൊപ്പം ഒരുപാട് കർമ്മങ്ങൾ തെറ്റും. അതിൻ്റെതായിട്ടുള്ള ഫലങ്ങൾ അനുഭവിക്കേണ്ടിയും വരും. ഇവിടെ ഞാൻ ഈ കാര്യങ്ങൾ പറയുമ്പോൾ പലർക്കും പല സംശയങ്ങളുടെ ഉത്തരവുകൾ ഇതിനകത്ത് നിന്ന് കിട്ടും. ഇങ്ങനെ വരുമ്പോൾ ശരിക്കും നമ്മൾ ആത്മാവിനെ അറിഞ്ഞുകൂടാ. അല്ലെങ്കിൽ നമ്മൾ എന്ന് പറയുന്ന വ്യക്തിക്ക് അത്രയും ആത്മീയവളർച്ച ഇല്ലാത്തത് കാരണം പ്രകൃതിയുടെ വ്യവസ്ഥകൾ എന്താണെന്നോ എവിടെയാണോ ഈ കർമ്മം തെറ്റിയെന്നോ അതിന്റെ കാരണം എന്താണ് ഇതൊന്നും നമുക്ക് തിരിച്ചറിഞ്ഞുകൂടാ. ആഗ്രഹങ്ങൾ സാധിച്ചു. പക്ഷേ ഈ ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടിയിട്ടും വേറെ ഏതോ ഭാഗത്തുകൂടി ഒരുപാട് കഷ്ടങ്ങളും വിഷമങ്ങളും പ്രശ്നങ്ങളും അനുഭവിക്കേണ്ടി വരുന്നു. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ നമുക്കൊരു 50 ലക്ഷം രൂപയുടെ കാറ് വേണം, ഭയങ്കര ആഗ്രഹം. അതിനുവേണ്ടി കഠിനമായി ശ്രമിച്ച് കിട്ടിയ പൈസ എല്ലാം മര്യാദയ്ക്ക് ആഹാരം പോലും കഴിക്കാതെ സ്വന്തമായി ഒരു വീട് പോലും ഉണ്ടാക്കാതെ വാടക വീടിൽ തുച്ഛമായ വാടകയ്ക്ക് കിടന്നിട്ട് ഈ കാശത്രയും സ്വരൂപിച്ച് 50 ലക്ഷം രൂപയുടെ കാറ് വാങ്ങിച്ചെന്ന് വെച്ചോ. കാറ് കിട്ടി. പക്ഷെ അതിനോടനുബന്ധിച്ച് ഒരുപാട് ഭാഗത്ത് നമ്മൾ പ്രകൃതിയുടെ വ്യവസ്ഥകൾ പലതും തെറ്റിപ്പോയി. ആ തെറ്റിന്റെ ഫലമായിട്ട് പിന്നീട് ചിലപ്പോൾ നമ്മുടെ മക്കളിലൂടെയോ ചിലപ്പോൾ നമ്മുടെ ഭാര്യയിലൂടെയോ അല്ലെങ്കിൽ മാതാപിതാക്കളിലൂടെയോ അല്ലെങ്കിൽ വേറെ ജോലി സ്ഥലത്തോ എവിടെന്നെങ്കിലും എന്തെങ്കിലുമൊക്കെ കഷ്ടങ്ങൾ അനുഭവിച്ച് നമ്മളെ തെറ്റിയ കർമ്മത്തിന് പകരം ബാലൻസ് ചെയ്യേണ്ടി വരും. അപ്പം ആഗ്രഹിച്ച കാറ് കിട്ടി. പക്ഷെ അതിനു വേണ്ടിയിട്ട് നമ്മൾ പലതും മറന്ന് പല കർമ്മങ്ങളും തെറ്റിപ്പോയത് കാരണം അതിന്റെയൊക്കെ ഫലം പിന്നീട് അനുഭവിക്കേണ്ടി വരും. അപ്പൊ അങ്ങനെ അനുഭവിക്കുമ്പോൾ ഈ കാറ് കിട്ടിയ ആള് അവസാന കാലത്ത് ചിന്തിക്കും, വെറുതെ ഞാൻ അന്ന് കിട്ടിയ കാശെല്ലാം വെച്ച് ഒരു കാറേ എന്നും പറഞ്ഞ് ഒരു വില കൂടിയ കാറ് വാങ്ങിച്ചു. പക്ഷെ വേറെ പലതും എനിക്ക് നഷ്ടപ്പെട്ടു. എന്റെ മക്കള് നഷ്ടപ്പെട്ടു. എന്റെ കുടുംബം എനിക്ക് കറക്റ്റ് അല്ലാതെ പോയി. എന്റെ ഭാര്യയ്ക്ക് ഞാനൊരു വിലയില്ല. ഇങ്ങനെ പല രീതിയിലും പിന്നീട് പശ്ചാത്താപം വരും. ഇങ്ങനെ പശ്ചാത്താപം വരുമ്പോൾ ഈ ആത്മാവ് എന്ത് പഠിച്ചു? ഇങ്ങനെ ചില കാര്യങ്ങൾ ഇതിന്റെ പിന്നിൽ ഉണ്ടെന്ന് പഠിച്ചു. അടുത്ത ജന്മത്തിൽ ഈ ഒരു മണ്ടത്തരം കാണിക്കൂല. ഇങ്ങനെയൊക്കെയാണ് ഓരോന്ന് പഠിക്കുന്നത്. അപ്പൊ ഇപ്പൊ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു കൊച്ചുകുട്ടിയെ തന്നെ നമ്മൾ നോക്കാം. ആ കൊച്ചുകുട്ടി ഒരു വയസ്സോ അല്ലെ 6 മാസോ 1 വയസ്സോ ഉള്ള ഒരു കുട്ടി നമ്മൾ മെഴുകുതിരിയോ വിളക്കോ കത്തിച്ച് വെക്കുമ്പോൾ തീയിൽ തൊടാൻ വേണ്ടി ഇങ്ങനെ വിരൽ കൊണ്ടുവരുമ്പോൾ മാതാപിതാക്കൾ പറയും, അയ്യോ തൊടല്ലേ കൈ പൊള്ളൽ എന്താണെന്ന് കൊച്ചുകുട്ടിക്ക് അറിയാവോ? ഇല്ല. എപ്പോഴെങ്കിലും അത് ആ ആഗ്രഹം വെച്ചുകൊണ്ട് നീട്ടി കൈ പൊള്ളുമ്പോഴാണ് മനസ്സിലാവുന്നത് ഇങ്ങനെ കത്തുന്ന സാധനത്തെ, തീയെന്ന് പറയുന്ന സാധനത്തിന് ചൂടുണ്ട്, ഇങ്ങനെ തൊട്ടാൽ പൊള്ളും. പഠിച്ചാൽ ഇതേപോലെ തന്നെയാണ് നമ്മുടെ ഓരോ ആഗ്രഹങ്ങളും സാധിക്കുന്നത്. ആഗ്രഹം സാധിക്കുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പല കർമ്മങ്ങളും തെറ്റുന്നതിനെല്ലാം അല്ലെങ്കിൽ ആ ആഗ്രഹം സാധിക്കാൻ വേണ്ടി വരുന്ന കഷ്ടങ്ങളും പ്രയാസങ്ങളും എല്ലാം ശരിക്കും നമ്മൾ ആത്മാവാണ് പഠിക്കുന്നത്. ഇതൊരു പഠനമാണ്, അല്ലെങ്കിൽ ഒരു അറിവായിട്ട് ആത്മാവിന് കിട്ടും. ഇങ്ങനെ അടുത്ത ജന്മത്തിൽ വരുമ്പോൾ വേറെ എന്തെങ്കിലും ആഗ്രഹങ്ങൾ വരും, വേറെ പല ഇതിലും ആഗ്രഹങ്ങൾ വരും. അപ്പൊ അതിനു വേണ്ടിയിട്ട് വളഞ്ഞ വഴികൾ ഉപയോഗിക്കും, തെറ്റായ മാർഗങ്ങൾ സ്വീകരിക്കും. ഇങ്ങനെല്ലാം പറ്റി അവസാനം തെറ്റിയതിനെല്ലാത്തിന്റെയും കർമ്മഫലം അനുഭവിക്കേണ്ടി വരും. പക്ഷെ ഇവിടെ മറ്റൊരു സംഗതി എന്ന് പറഞ്ഞാൽ ഒരു ആത്മാവിന് അറിവില്ല, ശരിയേത് തെറ്റേതെന്ന് തിരിച്ചറിവില്ല. അവന്റെ ആഗ്രഹം സാധിക്കാൻ വേണ്ടി അതിനുവേണ്ടി ശക്തമായി ശ്രമിക്കുന്നു. പല മാർഗവും അവൻ സ്വീകരിക്കുന്നു. അവിടെ എല്ലാം
ചിലപ്പോ അവന്റെ കണ്ണിൽ ഒരു കുഴപ്പമില്ല, പക്ഷെ പ്രകൃതി കണ്ണിൽ തെറ്റാണ്. പക്ഷെ ഈ കാര്യം ഇവൻ അറിഞ്ഞുകൂടാ. ഇവൻ അവന്റെ ലക്ഷ്യം കിട്ടാൻ വേണ്ടി മാത്രം ഇതെല്ലാം ശ്രമിച്ച് അവസാനം ആ കാര്യം നേടിക്കഴിഞ്ഞു. പല ഭാഗത്ത് പല തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. ഇത് കാരണം പലർക്കും ഭയങ്കരമായ വിഷമങ്ങൾ വന്നിട്ടുണ്ട്, ഒരുപാട് പ്രാക്കുകൾ കിട്ടിയിട്ടുണ്ട്, പലർക്കും അസൂയകൾ വന്നിട്ടുണ്ട്. ഇങ്ങനെ പലതും മറുഭാഗത്തുണ്ട്. ഇതൊന്നും ഇവ മൈൻഡ് ചെയ്യുന്നില്ല. കാരണം ഇതിലൂടെയൊക്കെ പ്രശ്നമാണെന്നോ ഇതൊക്കെ നമുക്ക് നെഗറ്റീവാണ്, ഇങ്ങനെയുള്ള ഒരു അറിവ് അവനില്ല. അല്ലെങ്കിൽ ഇതൊക്കെ മനുഷ്യരുടെ ഇടയിൽ അല്ലെങ്കിൽ പ്രകൃതിയുടെ കണ്ണിൽ ഇതൊക്കെ തെറ്റാണ്, ഇതൊക്കെ പ്രകൃതി വിരുദ്ധമാണ് എന്നുപോലും പല കാര്യത്തിലും അവന് തിരിച്ചറിവില്ല. പക്ഷെ അവന്റെ ആഗ്രഹം സാധിക്കാൻ വേണ്ടി ഇതൊന്നും മൈൻഡ് ചെയ്യാതെ ഈ അറിവില്ലാതെ ഇവൻ തെറ്റത്രയും ചെയ്ത് ഈ കാര്യം സാധിക്കുമ്പോൾ ഇവന് അറിവില്ലാത്തത് കാരണം ദൈവം അല്ലെങ്കിൽ പ്രകൃതി അവനെ ഫ്രീ ആയിട്ട് കർമ്മഫലത്തിൽ നിന്നും സംരക്ഷിക്കും. അങ്ങനെ ഫ്രീ ആയിട്ട് പ്രൊട്ടക്ട് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് ചുറ്റും നമ്മൾ പലരെ കാണുന്നുണ്ടല്ലോ, ഭയങ്കരമായ തെറ്റുകൾ ചെയ്യുന്നു, പ്രകൃതിക്ക് എതിരായിട്ടുള്ള ദുഷ്ടപ്രവൃത്തികൾ ചെയ്യുന്നു. ഇതെല്ലാം ചെയ്തിട്ട് അവർക്കൊന്നും വലിയ ശിക്ഷയോ കാര്യങ്ങളോ കർമ്മഫലങ്ങളൊന്നും തക്കത രീതിയിൽ അനുഭവിക്കുന്നില്ല എന്നൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പലർക്കും അതിൽ വിഷമവും നിരാശയും ഉണ്ട്. ഇതിന്റെ കാരണം അവർക്ക് ഈ അറിവ് കിട്ടാത്തത് കൊണ്ട് ശരിയായ തെറ്റേന്ന് അറിഞ്ഞൂടാതെ ഇതെല്ലാം ശരിയാണ്, ഇതൊന്നൊരു വിഷയമേ അല്ല, സാരമില്ല എന്ന് വിചാരിച്ച് അവർ പിന്നെയും ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് പ്രകൃതി അവരെ താൽക്കാലികമായി ഫ്രീ ആയിട്ട് പ്രൊട്ടക്ട് ചെയ്യുന്നതാണ്. പക്ഷെ ഇനിയുള്ള കാലഘട്ടത്തിൽ ആ പ്രൊട്ടക്ഷൻ ഇല്ല, അത് പിൻവലിച്ചുകൊണ്ടിരിപ്പുണ്ട്. അറിവുകൾ പല വഴിയിലൂടെയും ദൈവം കൊടുത്തുകൊണ്ടിരിപ്പുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് ഞാനും പറയുന്നത്, ഈ വിധ അറിവുകൾ നിങ്ങൾ മാക്സിമം കൊടുത്താൽ അവർക്കുള്ള ഫ്രീ പ്രൊട്ടക്ഷൻ പെട്ടെന്ന് ദൈവം തന്നെ അല്ലെ പ്രകൃതി പിൻവലിക്കും. അവർക്ക് തക്കതായിട്ടുള്ള കർമ്മഫലങ്ങൾ അനുഭവിക്കുകയും ചെയ്യും. ഇങ്ങനെ അനുഭവിക്കുമ്പോഴാണ് അവർക്ക് ബോധം വരുന്നത്, ഇങ്ങനെ ചെയ്തതിന്റെ ഫലമാണല്ലോ ഇങ്ങനെ അനുഭവിക്കുന്നുള്ള ബോധം വരണമെങ്കിൽ ഈ ഫ്രീ ആയിട്ടുള്ള പ്രൊട്ടക്ഷൻ പ്രകൃതിയിൽ നിന്നും അവർക്ക് ഇല്ലാതായാലേ അവരെയും കണ്ണു തുറക്കുള്ളൂ. ഇപ്പോഴെല്ലാവരും എന്ത് ചെയ്തു, ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടി ഇങ്ങനെ ഓരോന്ന് കാണിച്ചുകൊണ്ടിരിപ്പുണ്ട്. ഇപ്പം മന്ത്രിമാരാവാൻ വേണ്ടി കാണിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകർ കാണിക്കുന്ന വിവരമില്ലായ്മകൾ അത്ര നമ്മൾ കാണുന്നില്ലേ? ആ തുറന്ന കള്ളത്തരം കാണിക്കണം, അത്രയും മണ്ടത്തരം ദുഷ്ടപ്രവർത്തികൾ എന്തെല്ലാം കാണിക്കുന്നു. ഇതെല്ലാം ഇനി ഫ്രീ ആയിട്ടുള്ള പ്രൊട്ടക്ഷൻ നിൽക്കുന്നത് കൊണ്ട് തൽക്കാലം പിടിച്ചിരിക്കുന്നതാണ്. ഇതെല്ലാം ഇനി അങ്ങോട്ട് പോകും, മാറി പോകുമ്പോഴേക്കും ഇവർക്കെല്ലാം തക്കതായ കർമ്മ ഫലങ്ങൾ അനുഭവിച്ച് കിട്ടും. പക്ഷെ അവരാഗ്രഹിച്ച് ആഗ്രഹപൂർത്തീകരണത്തിന് വേണ്ടി ഇവർ കാണിച്ചു കൂട്ടിയതിന്റെയൊക്കെ ഫലമാണ് കിട്ടുന്നത്. ഈ ആഗ്രഹം സാധിക്കും. ഇപ്പൊ മന്ത്രിയാവണം എന്നുള്ളവർക്ക് മന്ത്രിയാവും, വലിയ സിനിമാ നടനാവണം എന്നുള്ളവർ ആഗ്രഹിക്കുന്നതിന് വലിയ സിനിമാ നടനാവും. പക്ഷെ അവന്റെ കുടുംബം നശിക്കുകയോ മറുഭാഗത്ത് അതിഭയങ്കരമായ പ്രശ്നങ്ങളൊക്കെ അനുഭവപ്പെട്ട് ഇതിനു വേണ്ടി അല്ലെങ്കിൽ ഈ വന്ന വഴിയിലൂടെ ചെയ്ത എവിടെയൊക്കെ തെറ്റിയിട്ടുണ്ട് അതിന്റെയൊക്കെ ഫലം വേറെ വഴിയിലൂടെ അനുഭവിക്കും. പക്ഷെ ഇവർക്ക് ആഗ്രഹിച്ച് നേടിയത് കിട്ടുമായിരിക്കും. ഇത് നിങ്ങൾ നോക്കിക്കോളാം. ഇതാണ് ഈ ആഗ്രഹ പൂർത്തീകരണത്തിന്റെ പിന്നിലുള്ള കാര്യങ്ങൾ. അപ്പം മെസ്സേജുകൾ മാക്സിമം കേട്ട് കഴിയുമ്പോൾ വ്യവസ്ഥകളും കാര്യങ്ങളും മാക്സിമം മനസ്സിലായതിനു ശേഷം ആ വ്യവസ്ഥയ്ക്കനുസരിച്ചുള്ള ആഗ്രഹങ്ങൾ മാത്രം ആഗ്രഹിക്കാൻ ശ്രമിക്കുക. വലിയ ആഗ്രഹങ്ങൾ, വളഞ്ഞ ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ അതിനുവേണ്ടി നിങ്ങൾ മുന്നോട്ട് പോയാൽ ലോ ഓഫ് അട്രാക്ഷൻ പോലെയും അല്ലെങ്കിൽ മാനിഫെസ്റ്റ് ചെയ്ത് നേടുക എന്നൊക്കെ പറയുന്നത് പോലെ ഇങ്ങനെയൊക്കെ ഉള്ള വഴിയിലൂടെ നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം നിങ്ങൾക്ക് സാധിച്ചു കിട്ടും, ഇല്ലെന്നല്ല. പക്ഷെ അതോടൊപ്പം എവിടെയൊക്കെയോ കർമ്മങ്ങൾ തെറ്റും, ആ വ്യവസ്ഥകൾ തെറ്റും, അതിന്റെയൊക്കെ ഫലങ്ങൾ കൂടി അനുഭവിക്കേണ്ടി വരും. നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഇതിന്റെ പിറകിലുണ്ട്. എന്റെ മെസ്സേജിലൂടെയൊക്കെ അത് തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ ഓക്കെ, ഇനിയുള്ള ചില കാര്യങ്ങളൊക്കെ അടുത്തത്.